മനുഷ്യൻ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ കൂറ്റൻ കെട്ടിടങ്ങളും ഡാമുകളുമൊക്കെ അവർ തന്നെ തല്ലിപ്പൊളിക്കുന്ന ഒരു ലോകം ഒന്ന് ആലോചിച്ചു നോക്കൂ. വറ്റി വരണ്ട ഒരു നദിക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ വേണ്ടി മാത്രം കോടിക്കണക്കിന് പണം മുടക്കി ഉണ്ടാക്കിയ അണക്കെട്ടുകൾ ഒരു രാജ്യം പൂർണ്ണമായി തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഏതെങ്കിലും ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥ പോലെ തോന്നും. പക്ഷെ സംഭവം 100% സത്യമാണ്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ വീടായിരുന്ന, ജീവൻ തുടിക്കുന്ന വെള്ളമുണ്ടായിരുന്ന ഒരു നദി പെട്ടെന്ന് നിശ്ചലവും ജീവനില്ലാത്തതുമായ ഒരു വഴിയായി മാറിയെന്ന് ചിന്തിക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായി തികഞ്ഞ സന്തുലിതാവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ മനുഷ്യന്റെ ഒരു തെറ്റ് കാരണം ഇല്ലാതായി. ആ നദിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും തങ്ങളുടെ തെറ്റ് തിരുത്താൻ അവർ ആ കൂറ്റൻ അണക്കെട്ടുകൾ തകർത്തപ്പോൾ വെള്ളത്തിനടിയിൽ സംഭവിച്ച അത്ഭുതം പ്രകൃതിയെ നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ എങ്ങനെ മാറ്റിയെന്നുമുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും വരുന്നുണ്ടാകും. ഒരു വറ്റിയ നദി വീണ്ടും ശ്വസിച്ച ആ ദുരൂഹവും ആവേശഭരിതവുമായ യാത്രയിലേക്ക് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ ഈ അത്ഭുതകരമായ യാത്ര നമുക്ക് ആരംഭിക്കാം. എന്നാൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയതാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാം ആരംഭിക്കുന്നത് എൽവ നദിയിൽ നിന്നാണ്. മനുഷ്യന്റെ ഇടപെടലുകൾക്ക് മുൻപ് ഈ നദി അതിൻ്റെതായ ഒരു ലോകമായിരുന്നു. ഓരോ വർഷവും സമുദ്രത്തിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തോളം പസഫിക് സാൽമൺ മത്സ്യങ്ങൾ ഈ നദിയിലൂടെ കുടിയേറിയിരുന്നു. ഇതിൽ ചിനൂക്ക്, കോഹോ തുടങ്ങിയ ഇനങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ചില ചിനൂക്ക് സാൽമണുകളുടെ ഭാരം 45 കിലോഗ്രാം വരെ ഉണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാൽമൺ മത്സ്യങ്ങളിൽ ഇവ എണ്ണപ്പെട്ടിരുന്നു. അവിടുത്തെ പ്രാദേശിക ജനങ്ങൾക്ക് ഈ നദി വെറുമൊരു ജലസ്രോതസ് മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ മുഴുവൻ സംസ്കാരത്തിന്റെ അടിത്തറയായിരുന്നു. എൽവ നദി ഏകദേശം 70 മൈലോളം ഉള്ളിലേക്ക് ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ ഒഴുകിയിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ ഈ സാൽമണുകൾ മുട്ടയിട്ട ശേഷം ചത്തുപോകുമ്പോൾ അവയുടെ മൃതദേഹങ്ങൾ സമുദ്രത്തിലെ നൈട്രജനും ഫോസ്ഫറസും നദിയിലേക്കും കാടുകളിലേക്കും ഇട്ടിച്ചിരുന്നു. ചുറ്റുമുള്ള സസ്യങ്ങളിൽ കാണപ്പെടുന്ന 25% നൈട്രജനും നേരിട്ട് ഈ മത്സ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എന്നാൽ പിന്നീട് കാലം മാറി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യവസായവൽക്കരണത്തിന്റെ കാലഘട്ടം വന്നു. മനുഷ്യർക്ക് പുരോഗതിയും ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കുകയും വേണമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് എൽവ നദിക്ക് കുറുകെ 2 വലിയ ജലവൈദ്യുത അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടത്. ആദ്യത്തെ അണക്കെട്ട് 1913-ൽ എൽവ ഡാം എന്ന പേരിലും രണ്ടാമത്തേത് 1927-ൽ ഗ്ലൈൻസ് കാനിയോൺ ഡാം എന്ന പേരിലും നിർമ്മിക്കപ്പെട്ടു. അതിവേഗം വളർന്നുവരുന്ന നഗരങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈ പ്രോജക്റ്റുകളിൽ ഒരു വലിയ തെറ്റൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരണക്കെട്ടിലും മത്സ്യങ്ങൾക്ക് കടന്നുപോകാൻ യാതൊരു വഴിയും ഉണ്ടാക്കിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇക്കോളജിക്കൽ സയൻസ് വളരെ പുതിയതായിരുന്നു. ഇതിന്റെ ഫലമായി സാൽമണുകളുടെ യഥാർത്ഥ വീടായിരുന്ന നദിയുടെ 70 മൈൽ നീളമുള്ള ആ ഭാഗം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈ അണക്കെട്ടുകൾ നിർമ്മിച്ചതിന്റെ അനന്തരഫലം ആരും ഊഹിക്കാത്തത്ര ഭയാനകമായിരുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വന്നിരുന്ന സാൽമണുകൾക്ക് ഇപ്പോൾ തങ്ങളുടെ സ്വാഭാവിക വീടുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി സാൽമണുകളുടെ എണ്ണം ലക്ഷങ്ങളിൽ നിന്ന് വെറും ഏതാനും ആയിരങ്ങളിലേക്ക് ചുരുങ്ങി. ഒരു മത്സ്യമില്ലാതായതോടെ മുഴുവൻ പരിസ്ഥിതിയിലും ഒരു ചെയിൻ റിയാക്ഷൻ ആരംഭിച്ചു. സമുദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രധാന പോഷകങ്ങൾ ഇപ്പോൾ കാടുകളിലേക്ക് എത്തുന്നില്ലായിരുന്നു. നദിയുടെ വഴി പതുക്കെ ജീവനില്ലാത്തതായി മാറി. കീടങ്ങൾ കുറഞ്ഞു തുടങ്ങി. അവയെ തിന്നിരുന്ന പക്ഷികളും വേട്ടയാടുന്ന മൃഗങ്ങളും അവിടെ നിന്ന് പോയി. ഏകദേശം 100 വർഷത്തോളം എൽവ നദി ഒഴുകിക്കൊണ്ടിരുന്നെങ്കിലും അതിൽ ആ ജീവൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ ആത്മാവ്, അതായത് അതിന്റെ സാൽമൺ, അതിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ട് അവസാനത്തിനടുത്തപ്പോൾ ഈ അണക്കെട്ടുകൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തട്ടിയെടുത്തു എന്ന് മനുഷ്യർക്ക് മനസ്സിലായി. അണക്കെട്ടുകൾക്ക് പഴക്കം ചെന്നുകൊണ്ടിരുന്നു. അവ പരിപാലിക്കുന്നതിനുള്ള ചിലവ് ആകാശം മുട്ടുന്നതായിരുന്നു. ദശാബ്ദങ്ങൾ നീണ്ട ചർച്ചകൾക്കും തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കും ശേഷം അമേരിക്കൻ ഗവൺമെന്റ് ചരിത്രം സൃഷ്ടിച്ച ഒരു തീരുമാനമെടുത്തു. 1992-ൽ ഈ അണക്കെട്ടുകൾ പൂർണ്ണമായും തകർക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം എളുപ്പമായിരുന്നില്ല. കാരണം ഈ അണക്കെട്ടുകൾക്ക് പിന്നിൽ 20 മില്യൺ ക്യൂബിക് മീറ്റർ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിരുന്നു. മാലിന്യങ്ങൾ മുഴുവൻ നദിയിലേക്ക് ഒഴുകിപ്പോകുമെന്ന് പേടിച്ചു. സാൽമൺ മത്സ്യങ്ങൾ ഇനി എന്നെങ്കിലും തിരികെ വരുമോ എന്ന് പോലും ആർക്കും അറിഞ്ഞിരുന്നില്ല. എന്നാൽ 2011-ൽ ഈ അണക്കെട്ടുകൾ പൊളിക്കുന്ന ജോലി ആരംഭിച്ചു. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം റിമൂവൽ പ്രോജക്റ്റായി മാറി. ആദ്യമായി മനുഷ്യർ ഒരു നദിക്ക് അതിന്റെ സ്വാതന്ത്ര്യം തിരികെ കൊടുക്കാൻ വേണ്ടി സ്വന്തം ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു. ഈ അണക്കെട്ടുകളുടെ അവസാന ഭാഗവും മണ്ണോട് ചേർന്നപ്പോൾ ഏകദേശം 1 നൂറ്റാണ്ടിന് ശേഷം എൽവ നദി സ്വതന്ത്രമായി. അവിടെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. വെള്ളം വീണ്ടും അതിന്റെ സ്വാഭാവിക വഴിയിലൂടെ ഒഴുകാൻ തുടങ്ങി. ഈ സ്വാതന്ത്ര്യത്തിന്
പ്രകൃതി നൽകിയ മറുപടി ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്നത്ര വേഗത്തിലായിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 100 വർഷമായി തടസ്സപ്പെട്ടിരുന്ന ആ വഴികളിലൂടെ വന്യ സാൽമൺ മത്സ്യങ്ങൾ നീന്തുന്നതായി കണ്ടെത്തി. തൊട്ടടുത്ത സീസണിൽ തന്നെ പല തലമുറകളായി ആരും മുട്ടയിടാതിരുന്ന ആ പാറകളിൽ മത്സ്യങ്ങൾ കാണപ്പെട്ടു. തിരികെ വന്ന മത്സ്യങ്ങളിൽ ചിലത് ചുറ്റുമുള്ള മറ്റു നദികളിൽ നിന്നുള്ളവയുമായിരുന്നു. പ്രകൃതിയെ വീണ്ടെടുത്താൽ പുതിയ വഴികൾ കണ്ടെത്താനും അവിടെ വാസമുറപ്പിക്കാനുമുള്ള അത്ഭുതകരമായ ശേഷി അവയ്ക്കുണ്ടെന്ന് ഇത് തെളിയിച്ചു. സാൽമണുകൾ വഴികളിലേക്ക് തിരികെ വന്നതോടെ മാറ്റം വെള്ളത്തിനടിയിൽ മാത്രമല്ല പുറത്തും സംഭവിക്കാൻ തുടങ്ങി. എൽവ നദി 100 വർഷമായി മിസ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം, അതായത് സമുദ്രത്തിലെ പോഷകങ്ങൾ, നൈട്രജൻ, ഫോസ്ഫറസ്, കാർബൺ എന്നിവ സാൽമണുകൾ തങ്ങൾക്കൊപ്പം കൊണ്ടുവന്നു. ഇത് വെള്ളത്തിലൂടെ മണ്ണിലേക്കും സസ്യങ്ങളിലേക്കും ആഗിരണം ചെയ്യപ്പെടാൻ തുടങ്ങി. വെള്ളത്തിനടിയിൽ പ്രാണികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി. പക്ഷികൾ തിരിച്ചെത്താൻ തുടങ്ങി. കറുത്ത കരടികളെപ്പോലുള്ള മൃഗങ്ങൾ നദീതീരങ്ങളിൽ കൂടുതൽ കാണപ്പെട്ടു. നദിയും കാടും തമ്മിൽ തകർന്നുപോയ ആ ബന്ധം ഇപ്പോൾ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു. സസ്യങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി. ഇത് മണ്ണൊലിപ്പ് കുറയ്ക്കുകയും നദിക്ക് യഥാർത്ഥത്തിൽ പുനർജന്മം ലഭിക്കുകയും ചെയ്തു. എങ്കിലും എൽവ നദി വീണ്ടും ജീവസ്വത്താകുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. സാൽമണുകൾ തിരിച്ചെത്തിയതോടെ പോഷകങ്ങളുടെ അളവ് പെട്ടെന്ന് വർദ്ധിച്ചു. ഇത് വെള്ളത്തിൽ പായലുകളുടെ വളർച്ച വളരെ വേഗത്തിലാക്കുകയും ഓക്സിജൻ കുറയുകയും ചെയ്തു. വർഷങ്ങൾ പഴക്കമുള്ള മണ്ണും ചെളിയും പുറന്തള്ളപ്പെട്ടത് കാരണം ആദ്യ വർഷങ്ങളിൽ വെള്ളം വളരെ കലങ്ങിമറിഞ്ഞു കാണപ്പെടുകയും നദീമുഖത്തിന്റെ ആകൃതി മാറുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: പ്രകൃതിയെ വീണ്ടും പഴയപടിയാക്കുക എന്നത് ചെറിയൊരു ജോലിയല്ല. ഇതൊരു നീണ്ട പ്രക്രിയയാണ്. സ്വതന്ത്രമായ ശേഷം ഏതൊരു ആവാസ വ്യവസ്ഥയ്ക്കും അതിന്റെ സ്വാഭാവിക സന്തുലിതാവസ്ഥ കണ്ടെത്താൻ അല്പം സമയമെടുക്കും. എൽവ നദിയുടെ ഈ കഥ ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. ക്ലാമത്ത് നദിയിലും 4 വലിയ അണക്കെട്ടുകളുണ്ടായിരുന്നു. 2020കളിൽ ഈ അണക്കെട്ടുകൾ നീക്കം ചെയ്തപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം മത്സ്യങ്ങൾ തിരിച്ചെത്തി. ഒരു ചെറിയ നദിക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കഴിയുമെന്ന് എൽവ പഠിപ്പിച്ചെങ്കിൽ എത്ര വലിയ തകർച്ച നേരിട്ട സിസ്റ്റത്തെയും സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ക്ലാമത്ത് തെളിയിച്ചു. എന്നാൽ എല്ലാ നദികളുടെയും ഭാഗ്യം ഒരുപോലെയല്ല. സ്നേക് നദിയിലെ ഈ വിഷയം ഇന്നും ഒരു വലിയ തർക്ക വിഷയമായി തുടരുകയാണ്. അവിടെ 4 കൂറ്റൻ അണക്കെട്ടുകൾ വൈദ്യുതി നൽകുകയും കർഷകർക്ക് ജലസേചനം നൽകുകയും ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടും അവിടെ സാൽമണുകളുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അണക്കെട്ടുകൾ തകർക്കണമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. പ്രകൃതിയും മനുഷ്യന്റെ ആവശ്യങ്ങളും തമ്മിൽ ഒരു തീരുമാനമെടുക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ വരെ എത്തുമ്പോൾ നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ നദികളെ വെറുമൊരു ജലസ്രോതസ്സായി മാത്രമല്ല കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ നദികൾക്ക് അമ്മയുടെ പദവിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ വേഗത്തിലുള്ള പുരോഗതിക്കും കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നതിനുമായി നമ്മളും വലിയ തോതിൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്തിന് വൈദ്യുതി നൽകുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവിതം നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനൊരു മറുപുറവുമുണ്ട്. ഇന്ന് നമ്മുടെ ഒരുപാട് നദികൾ വറ്റിവരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അണക്കെട്ടുകൾ കാരണം നമ്മുടെ രാജ്യത്തെ തദ്ദേശീയ ജലജീവികൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു വികസ്വര രാജ്യമാണ്. ഒറ്റ രാത്രിയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ പുരോഗതിയും പ്രകൃതിയും തമ്മിൽ ബെറ്ററായ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കാൻ എൽവയുടെ കഥ നമ്മെ നിർബന്ധിപ്പിക്കുന്നു. പ്രായമേറിയ നമ്മുടെ നിർമ്മിതികൾ പ്രകൃതിക്ക് തന്നെ തിരികെ നൽകുന്നതിനെക്കുറിച്ച് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാലം വരും. പ്രകൃതി സംരക്ഷണം എന്നത് ഒരു റെഡിമെയ്ഡ് ഫോർമുലയല്ലെന്ന് ഈ കഥകൾ നമ്മളോട് പറയുന്നു. ഇത് മനുഷ്യന്റെ ആവശ്യങ്ങളും പ്രകൃതിയുടെ നിലനിൽപ്പും തമ്മിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പോരാട്ടമാണ്. റെസ്റ്റോറേഷൻ എന്നാൽ കാലത്തെ പിന്നോട്ട് കൊണ്ടുപോകുക എന്നല്ല അർത്ഥം, മറിച്ച് പ്രകൃതിക്ക് സ്വയം പൊരുത്തപ്പെടാനുള്ള ഒരിടം നൽകുക എന്നതാണ്. എൽവ നദി ഒരു മാന്ത്രിക വിദ്യയൊന്നുമായിരുന്നില്ല. മനുഷ്യൻ പിന്നോട്ട് മാറാൻ ധൈര്യം കാണിക്കുമ്പോൾ നദികൾ സ്വന്തം വഴി സ്വയം കണ്ടെത്തും എന്നതിന്റെ തെളിവ് മാത്രമായിരുന്നു. ഇനി അവസാനത്തെയും ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: പ്രകൃതിക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുന്നത്രയും ഇടം തിരികെ നൽകാൻ നമ്മൾ തയ്യാറാണോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങളാണോ വലുത്, അതോ പ്രകൃതിയുടെ ശ്വാസമോ? താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.